മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വിശ്വാസ വചനത്തിന് വേണ്ടി നമ്മൾക്ക് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാതാളത്തിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് പാതാളത്തിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ഉയരത്തിൽ പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആവർത്തന പുസ്തകം 30-11-14 വാക്യങ്ങൾ കോട്ട് ചെയ്ത് പൗലോസ് പറഞ്ഞ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. വചനം അതുകൊണ്ട് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയും പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ പൗലോസ് പറയാണ്. പ്രധാനപ്പെട്ടൊരു വാക്യമാണ് ഇത്. നമ്മൾ എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വാക്യമാണ്. ഇതിനകത്തെ കണ്ടൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. റോമർക്കെഴുതിയ ലേഖനം 10-9 വാക്യം തൊട്ടാണ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചൊരു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാവുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ട്. 13 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്കിന്നത് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വചനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. വചനം നിൻ്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ച വചനമാണ്. അതിവിടെ ആ വചനം നിൻ്റെ ഹൃദയത്തിലും വായിലും ഇരിക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുക. ആ ദൈവം അവരെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. ഇവിടെ 2 കാര്യമാണ്. ഒന്ന് ഹൃദയത്തിലുള്ള വിശ്വാസവും 2 വായു കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ. ഇത് 2 ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി. നമ്മൾ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണല്ലോ. മെറ്റനോയ എന്ന് പറയുന്ന വേർഡ് തന്നെ ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. എന്തുകൊണ്ടാണ് ഈ വായു കൊണ്ട് ഏറ്റുപറയണം എന്ന് പറയാനുള്ള റീസൺ എന്ന് നമ്മൾ ചിന്തിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഈ റോമൻസിൻ്റെ ഇടയിൽ അവിടെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ അന്നത്തെ ചക്രവർത്തി അവരെ കർത്താവ് കൂരിയോസ് എന്ന് പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കർത്താവെന്ന് പറയണം. അവരെ കർത്താവെന്ന് പറയുമ്പോൾ നീറോയുടെ സമയത്തൊക്കെ അവരെ കർത്താവെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ പിടിച്ച് അപ്പം തന്നെ മൃഗങ്ങളുടെ മുന്നിൽ പിടിച്ചിട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ പരസ്യമായി കത്തിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്ന് പറഞ്ഞ് ചക്രവർത്തിയെ ബഹുമാനിക്കുകയും വർഷിപ്പിക്കുകയും അല്ലെങ്കിൽ ചക്രവർത്തിക്ക് നേരെ ധൂപം കാട്ടുകയും ചെയ്യാതിരുന്നാൽ അവരെ കൊന്നുകളയുമായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ പറയുന്നത് കർത്താവിനെ വായു കൊണ്ട് ഏറ്റുപറയണം എന്നുള്ളത്. അങ്ങനെ കർത്താവിനെ വായു കൊണ്ട് ഏറ്റുപറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരെ കൊന്നുകളയും. അവരെ കൊന്നുകളഞ്ഞാൽ എന്താണ്? യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ജീവിതം ചുരുക്കമായി തീർന്നാൽ, ഈ ലോകത്തിൽ കുറഞ്ഞു പോയാൽ പോലും ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിനോട് നിർത്തും എന്നുള്ളൊരു പ്രത്യാശയാണ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ 2 ആക്ടിവിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും 2 വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കരുത്. സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവർ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പാകെ അവിടെ ഏറ്റുപറയുന്നതിന് ലജ്ജിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഹൃദയത്തിലുള്ള വിശ്വാസം പുറമെ പ്രകടിപ്പിക്കുന്ന ഡിക്ലറേഷനും കൂടി വരുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങളുടെ വായിൽ തന്നെ ജീവനും മരണവും കൽപ്പിച്ചിരിക്കുന്നു എന്ന് പഴയ നിയമത്തിലുള്ള റെഫറൻസ് ഈ തരണത്തിൽ ഓർക്കുകയാണ്. നമ്മൾ വായുകൊണ്ട് മരണം പറഞ്ഞാൽ മരണം, വായുകൊണ്ട് ജീവൻ പറഞ്ഞാൽ ജീവൻ. അതിനാൽ നമ്മളൊരു വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയാനും കൂടി നമ്മളെ വിളിച്ചിരിക്കുന്നു. 10-ാം വാക്യത്തിൽ അത്
ഒന്നും കൂടി കൺഫേം ചെയ്യുകയാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുന്ന ഒരു വാക്യം, ഈ ലജ്ജ എന്ന് പറയുന്നത് നാണക്കേട് അല്ലെങ്കിൽ ഓടിപ്പോകുന്ന ഒരവസ്ഥ, അതാണ് ഈ പറയുന്നത്. ദൈവത്തിൽ പ്രത്യാശയില്ലാതെ ഇരിക്കുന്നത്. യെശയ്യാ 28:16 അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ലജ്ജിച്ചു പോകുകയില്ല, അവന് ധൈര്യമുണ്ട്. ഇതേ കാര്യം 1 യോഹന്നാൻ 2:22 പറയും, ഇനി കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ലജ്ജിച്ചു പോകാതെ ദൈവത്തിൽ വസിക്കുക. യോവേൽ 2:32 എന്നാൽ യഹോവയുടെ നാമം വിളിച്ചേൽപ്പിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇവിടെ പറയുന്നുണ്ട്, യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. സകല ജാതികളും എല്ലാവരും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. യേശുക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 11:17 പറയുന്ന എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ ജനവും, എല്ലാ ജാതികളും, യഹൂദന്മാർ മാത്രമല്ല, എല്ലാവരും കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട 2 കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായു കൊണ്ട് ഏറ്റുപറയുക. അതായത് ഹൃദയവും വായും ചേർന്ന് നമ്മുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് ഡിക്ലെയർ ചെയ്യുക. ഇതൊരു വികാരമല്ല, അല്ലെങ്കിൽ ഒരുതരം ചിന്ത അല്ല, അങ്ങനെ ഒരു ചിന്തയ്ക്കകത്ത് വരുന്നതല്ല. പിന്നെയോ അതൊരു ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഇത് മൂന്നും ആ ഏറ്റുപറച്ചിൽ വരുന്നു എന്ന് കാണുന്നു. ഇനി തുടർന്ന് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് പറയുമ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ കാലങ്ങളിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സഭകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സാക്ഷ്യവും നമ്മുടെ അക്നോളജ്മെൻറ്റും ഒക്കെ ഈ തരത്തിലായെങ്കിൽ ദൈവപ്രസാദമായിട്ട് നമ്മുടെ ജീവിതങ്ങളായിത്തീരുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. 12 വാക്യത്തിൽ യഹൂദൻ എന്നും യവൻ എന്നൊരു വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാവുന്നു, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള ആ ഭാഗങ്ങളും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം. യോവേൽ 2:32 കൂടി കവർ ചെയ്താണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞിട്ട് ആ ഭാഗത്തിൽ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാത്തവൻ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നതല്ലോ. അതോട് ചേർന്ന് താഴോട്ട് വായിച്ചാൽ, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ടീം വർക്കായിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസാണ്. 4 ക്വസ്റ്റ്യൻ. ഇത് ശക്തമായ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷീകരണത്തിനുള്ള ചോദ്യങ്ങളാണ്, പൗലോസിൻ്റെ ചോദ്യങ്ങളാണ്. ഇത് തുടക്കത്തിൽ വിശ്വസിക്കുക, കേൾക്കുക, പ്രസംഗിക്കുക, അയക്കുക, ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചോദ്യങ്ങൾ ഒന്ന് തിരിച്ച് ചോദിച്ചു നോക്കുക. നമ്മളത് തിരിച്ച് ചോദിക്കുക. നമ്മളൊന്ന് ആദ്യം ആ രീതി ഇതിനകത്ത് പറയുന്നത് തിരിച്ച് ചോദിക്കുക.
ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആരും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? തിരിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ആ രീതിയിൽ അവരാദ്യം ചെയ്യേണ്ടത് അയക്കുക എന്നുള്ളതാണ്. സെൻഡിങ് ടീം ഷാൽ ബി ദെയർ. അയക്കുന്ന ആൾക്കാരുണ്ടാവണം. എന്തിനാണ്? ടു പ്രീച്ച്, പ്രസംഗിക്കാനായിട്ട്. എന്തിനാണ്? എന്താ പ്രസംഗിക്കുന്നത്? ദൈവവചനം. എന്തിനാണ് പ്രസംഗിക്കുന്നത്? അത് കേട്ട് വിശ്വസിക്കാനായിട്ട്. എന്തിനാണ് വിശ്വസിക്കുന്നത്? വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ സെൻഡിങ് ടീം ഷുഡ് ബി ദെയർ, പ്രീച്ചിങ് ടീം ഷുഡ് ബി ദെയർ, ബിലീവിങ് പീപ്പിൾ. ഇതെല്ലാം കാണും. ഗോ, ബിലീവ്, ഗോ ആൻഡ് പ്രീച്ച്. പ്രീച്ച്, അയക്കണം. അയക്കണം എന്ന് പറയുന്നത് കർത്താവ് എന്താ ചെയ്ത്? ശിഷ്യന്മാരെ വിളിച്ചിട്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിട്ടത് നമ്മളെ ഓർക്കുക. അപ്പോഴും പ്രസംഗിക്കാതെ കേൾക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാം ദൈവം വിളിച്ച് തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് ഇതിൽ ജെനുവിനാണ്, ഫെയ്ത്ത്ഫുള്ളാണ് എന്ന് ചിന്തിക്കുക. 2 കുഷ്ഠരോഗികളുടെ കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കറിയാം. അവർ വലിയ സദ്യ ഭക്ഷണം കണ്ടിട്ട് അവർ തിന്നിട്ട് അവർ പറയുകയാണ്, നമ്മളിത് പോയി സേനാനായകരെ അറിയിച്ചില്ലെങ്കിൽ ഈ കുറ്റം നമ്മുടെ മേലിരിക്കും. ഇമ്മീഡിയറ്റ് നീഡ് ടു പ്രസൻറ്റ് എ ഗുഡ് ന്യൂസ്. ഒരു നല്ല സ്വവർത്തമാനം, സ്വവാർത്ത അറിയിച്ചില്ലെങ്കിൽ കുറ്റം നമ്മുടെ മേലിരിക്കും. പഴയ നിയമത്തിലെ പല സ്ഥലങ്ങളിലുണ്ട്. ഇസ്രായേലിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്ന യഹൂദനെ കുറിച്ച് പറയുന്ന കാര്യം. നീ ഇസ്രായേലിൻ്റെ കാവൽക്കാരനാണ്, അവൻ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നീ അവനോടത് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ രക്തം നിൻ്റെ മേലിരിക്കും എന്ന് പഠിപ്പിക്കുന്ന കാര്യം. ഇതെല്ലാം ബൈബിളിൽ നമുക്ക് വേണ്ടിയുണ്ട്. പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ കർത്താവിൽ കൂടിയുള്ള രക്ഷ നമ്മൾ സ്വായത്തമാക്കിയതിന് ശേഷം നമ്മൾ അടങ്ങാതെ മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നവരാണോ എന്ന് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കേൾവി കൂടാതെ സുവിശേഷം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അത് ഘോഷിപ്പാൻ പ്രസംഗരെ അയക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ പ്രസംഗരെ അയക്കണമെങ്കിൽ സെൻഡിങ് ടീം ഉണ്ടാവണം. സെൻഡിങ് ടീമിൻ്റെ കൂടെ പ്രേയിങ് ടീം ഉണ്ടാവണം. പ്രേയിങ് ടീം, സെൻഡിങ് ടീം, ഗോയിങ് ടീം, പ്രീച്ചിങ് ടീം, ഇതെല്ലാം ആവശ്യമാണ് സുവിശേഷം അറിയിക്കാൻ. അത് ഇന്ന് നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഏത് രീതിയിലാണ് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കാനായിട്ട് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യു ആർ ഫ്രീ ടു ഗോ ആൻഡ് പ്രീച്ച്. പോയി പ്രസംഗിക്കുക എന്നുള്ളതാണ്. 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. തുടർന്നുള്ള വാക്യങ്ങളൂടെ വായിക്കാം. ഇന്ന് നമുക്കതങ്ങ് തീർക്കാം. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളം പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമില്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് 1 മോശ പറയുന്നു. യെശയ്യാവ് എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോട് പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തവർ മറുത്തു പറയുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മൾ ആളെ അയച്ചിട്ട് അവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുകയും അതിൽ കൂടി ദൈവവചനത്തിൻ്റെ പ്രഘോഷണം നടക്കുകയും ചെയ്യുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് പറയുന്നു. ഈ കാൽ എന്ന് പറയുമ്പോൾ നേരത്തെ ബൈബിളിലെ പല റെഫറൻസിലും പറയുന്നുണ്ട് കാല് നടപ്പിനെ കാണിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് കുറേ വാക്യങ്ങളുണ്ട്. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് അതിലേക്ക് കയറുന്നില്ല. കാലിനെക്കുറിച്ച് പർവ്വതങ്ങളിൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവൻ്റെ കാൽ
എന്ന് പറഞ്ഞ് നഹൂം 1:15 പറയുന്നുണ്ട്. അതുപോലെ യെശയ്യാവ് 52:7 സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്ന സിയോനോട് ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. പഴയ നിയമത്തിൽ നിന്ന് ഈ കാൽ എത്ര മനോഹരം എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. നഹൂം 1:15, യെശയ്യാവ് 52:7. ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാനായിട്ട് ആളുകൾ പോകുന്നവരെക്കുറിച്ച്, അവരെക്കുറിച്ച് പറയുന്ന ഇതാണ് ക്രിസ്തീയ മിഷണറിമാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതുമായി പോയിരിക്കുന്നവർ കർത്താവിലേക്ക് ആളിനെ നടത്തുമ്പോൾ അവർ സന്ദേശവാഹകന്മാരായിരിക്കുമ്പോൾ അവരുടെ പദവിയും അവരുടെ മഹത്വവും യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാവുന്നവരുടെ ചുമതലയും എല്ലാം ഓർത്തിട്ട് പറയുകയാണ്. യെശയ്യാവ് 6:8 പറയാണ്, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് യെശയ്യാവ് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നു. അവനെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവ് വന്നിട്ട് പറയുകയാണ്. അവനെ തന്നെ ശുദ്ധീകരിച്ച് ദൈവമേ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞിട്ട് യെശയ്യാവ് പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് വിശ്വാസം മൂലം കൃപയാലുള്ള രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ശരിയായ സന്ദേശം വേണം, അതാണ് രക്ഷയുടെ സുവിശേഷം. രണ്ടാമത്, ശരിയായ സന്ദേശവാഹകർ വേണം, അത് കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാർ വേണം. മൂന്നാമത്, അത് സുവിശേഷ ഘോഷണം വേണം, പ്രീച്ച് ചെയ്യാനായിട്ട് വേണം. ദ റൈറ്റ് ഡിവിഷൻ ഓഫ് വേർഡ്, ദൈവത്തിൻ്റെ വചനം ശരിയായിട്ട് പറയണം. അതുപോലെ തന്നെ റിസപ്റ്റീവായിട്ടുള്ളൊരു ജനം വേണം, ആ ഘോഷണം കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ജനം വേണം. അത് മാത്രവുമല്ല, അഞ്ചാമത് അവർ അത് വിശ്വസിക്കണം. ആറാമത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ രക്ഷ സംപ്രാപ്യമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് രക്ഷ സംപ്രാപ്യമാകുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ അത് അനുസരിച്ചില്ല, അവരത് കേട്ടനുസരിച്ചില്ല എന്ന് കാണുന്നു. എബ്രായർ 4:2 ഇങ്ങനെയാണ് പറഞ്ഞത്, അവരെ പോലെ നാമും ഈ സ്വതർത്ഥമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം ഉപകാരമായി വരാതെ പോയി. ശരിക്കും ദൈവവചനം കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലെ വിശ്വാസം ജനിക്കണം. ടെസ്റ്റിമണീസ് ക്യാൻ ഇൻക്രീസ് ഫെയ്ത്ത് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ ക്രിയേറ്റ് ഫെയ്ത്ത്. ദൈവവചനമാണ് ഉള്ളിലെ വിശ്വാസം ജനിപ്പിക്കുന്നത്. സാക്ഷ്യങ്ങൾ എന്താണ്? വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയണം എന്ന് പറയുന്നത്. നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് സാക്ഷ്യം. പലതും നമ്മളിപ്പോൾ തന്നെ പല സമയങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മളെ എപ്പിസോഡുകളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ വാട്സാപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടെസ്റ്റിമണീസ് ക്യാൻ ഇൻക്രീസ് ഫെയ്ത്ത്. ഇത് കാണുന്നവരുടെ വിശ്വാസം വർദ്ധിക്കുക വരുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വേലയിൽ നമ്മളെ പങ്കുകൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് തുടർന്നും ഈ ചാപ്റ്ററിലുള്ള 1-2 വാക്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുകൊണ്ട് നമുക്കത് ചിന്തിക്കാം. ഇന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം, ഒന്ന്, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് രക്ഷയുടെ മാർഗം. അത് ക്ലിയറായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇത് നാണം പിടിച്ചിരിക്കാനല്ല, അത് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ശക്തമായി പറയുകയാണ്. രണ്ടാമത്, ക്രിസ്തീയ മാർഗത്തിന് വേണ്ടി അയക്കണം, പോകണം, പ്രസംഗിക്കണം, വിശ്വസിക്കണം. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് എൻഡ് ചെയ്യുമ്പോഴേ അവിടെയാണ് രക്ഷ, അതിൻ്റെ വായിൽ കൂടി അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ രക്ഷ സംപ്രാപ്യമാവുന്നു എന്നേ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇത് യഹൂദൻ തള്ളിക്കളഞ്ഞ കാര്യം, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം.
തീർച്ചയായും ഇത് നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഈ രക്ഷണീയമായ മാർഗത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് രക്ഷണീയ മാർഗത്തിൽ വന്നിരിക്കുന്നവർ ഈ സുവിശേഷത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അയക്കാൻ പറ്റിയിട്ടുണ്ടോ, പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ, പോകാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. തുടർന്ന് നമ്മൾ ഇതേ മാറ്റർ തന്നെ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കും. തുടർന്ന് നമ്മൾ കൂടെ ആയിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, അവരുടെ ജീവിതത്തിൽ നീ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രവുമല്ല, ഞങ്ങൾ അറിഞ്ഞ രക്ഷയെക്കുറിച്ച് ഞങ്ങൾ മൂലയിലിരിക്കുന്നവരായിട്ടല്ല, പിന്നെയോ കർത്താവെ, ഇതിനെ അയക്കുവാനായിട്ട്, വിടുവാനായിട്ട്, പോകുവാനായിട്ട്, പ്രസംഗിപ്പാനായിട്ട് ഉള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല രീതിയിലുള്ള കർത്താവെ ശുശ്രൂഷ ഇൻവോൾവ് ചെയ്യാമല്ലോ. ദൈവമേ, അതിനൊക്കെ ഞങ്ങൾക്ക് കൃപ തരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നു. ജീവിതത്തിലെ വരുമാന മാർഗം നിന്നുപോയി, ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ട സാഹചര്യങ്ങളെ, വരുമാന മാർഗം നിന്നുപോയ ചില വ്യക്തികളെ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വരുമാന മാർഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ഫൈനാൻഷ്യലായിട്ടുള്ള വ്യഥകളിൽ നിന്നും ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. വിശ്വാസത്തിൽ ഏറ്റെടുക്കുമോ? കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ നോട്ട്സ് എഴുതുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.